കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബീഫ് യഖ്നി പുലാവാണ്. പുലാവ് നമ്മൾ സാധാരണ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടാവാറില്ല. ഇതിൽ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതായത് ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു പുലാവ് നല്ലോണം ഇഷ്ടമാവും. കാരണം ഇതിൽ കുറച്ച് മസാലയുണ്ട് ബിരിയാണിയൊക്കെ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ നല്ല മസാലയോട് കൂടിയിട്ട് റൈസ് കഴിക്കണം എന്നുള്ളവർക്ക് ഈ ഒരു പുലാവ് സൂപ്പറായിരിക്കും. അപ്പോൾ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര ജോലിയൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബീഫ് യഖ്നി പുലാവ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ സാധാരണ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് 240 ml അളവിലുള്ള കപ്പാണ് കേട്ടോ ഇത്. ഇതിൽ 2.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ അരി നല്ലതുപോലെ കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിതിവിടെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ബീഫാണ്. ഞാനിവിടെ 1/2 കിലോഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്ത ബീഫ് ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ വരെ ഉപ്പും പിന്നെ ഒരു 2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ബീഫ് വേവാൻ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, പക്ഷേ നമുക്ക് ബീഫിൻ്റെ ഒരു സ്റ്റോക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഒരു 6-7 വിസിൽ വരുന്നത് വരെ ബീഫ് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവിനനുസരിച്ച് നല്ലതുപോലെ വേവിക്കുക. ഇവിടെ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. വേവിച്ചതിന് ശേഷം കുക്കറിൽ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്കൊരു ബീഫ് പീസ് എടുത്ത് ഇതിങ്ങനെ പീസാക്കി നോക്കാം. അപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ബീഫ് നമുക്കിവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് പുലാവ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് വലിയൊരു പോട്ട് എടുത്തിട്ട് ചൂടാക്കിയിട്ടുണ്ട്. നമ്മുടെ ബീഫും റൈസും ഒക്കെ ഒരുമിച്ച് വേവിക്കാൻ പറ്റിയ ഒരു പോട്ട് എടുക്കുക. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് നെയ്യാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും നെയ്യ് ആവശ്യമില്ലെങ്കിൽ നെയ്യിൻ്റെ അളവ് കുറക്കാം. അതുപോലെ തന്നെ നെയ്ക്ക് പകരം ബട്ടറോ എണ്ണയോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. സവാള നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ സവാള ഇത് നല്ലോണം ക്രിസ്പിയായി മാറിയിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കഴിയുന്നത്രയും എണ്ണ ഒഴിവാക്കിയിട്ട് സവാള ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. സവാള ഇവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 2-3 കഷ്ണം പട്ട, പിന്നെ 2 ഏലക്കായി, ഒരു തക്കോലം, പിന്നെ ഒരു 4 ഗ്രാമ്പു, 2 കറുത്ത കളറിലുള്ള ഏലക്കായി. ഇതുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ്. വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതിയാവും. അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വഴറ്റുക. അപ്പോൾ തക്കാളി വഴറ്റുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് വഴറ്റുന്ന സമയത്ത് തക്കാളി പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ തക്കാളി നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ വലിയ ജീരകത്തിൻ്റെ പൊടി, അതായത് പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ ഒരു 1/4 ഭാഗത്തോളം ചേർക്കാം. ഞാൻ കയ്യിൽ വെച്ച് നല്ലോണം പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഒരു 1/4 ഭാഗം മാത്രം അവിടെ ബാക്കി വെച്ചാൽ മതി. ബാക്കി മുഴുവനായിട്ട് പോട്ടിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/4 കപ്പ് തൈര് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരു 1/2 കപ്പിലും താഴെയായിട്ട് ചേർത്താൽ മതി. അപ്പോൾ തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർക്കാം. ബീഫിൻ്റെ വെള്ളം ചേർക്കണ്ട കേട്ടോ. ബീഫിൻ്റെ കഷ്ണങ്ങൾ മാത്രം ചേർത്താൽ മതി. വെള്ളം അവിടെ ബാക്കി വെക്കുക. അപ്പോൾ ബീഫ് മാത്രമായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ബീഫ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ആ മസാലയിലേക്ക് ബീഫിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ അങ്ങ് ഇറങ്ങിക്കോളും. അപ്പോൾ ഒരു 5 മിനിറ്റ് അതിനായിട്ട് നമുക്കിങ്ങനെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ബീഫ് സ്റ്റോക്ക് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അളന്നെടുക്കണം. നമ്മുടെ അരി വേവിക്കാനായിട്ട് നമുക്ക് 2.5 കപ്പ് അരിയാണ്, അപ്പോൾ ഒരു 3.25 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ബീഫ് സ്റ്റോക്ക് കണ്ടില്ലേ, ഞാൻ ഈ മെഷറിംഗ് കപ്പിലേക്ക് ഒഴിച്ചപ്പോൾ 2 കപ്പാണ് ബീഫ് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ അരി വേവിക്കാൻ ഇത് മതിയാവില്ലല്ലോ, അപ്പോൾ ബാക്കി നമുക്ക് പച്ചവെള്ളം കൂടി ചേർത്തിട്ട് രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് ബീഫ് സ്റ്റോക്കിൻ്റെ കൂടെ ബാക്കി 1.25 കപ്പ് സാധാരണ വെള്ളം, പച്ചവെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു 1.25 കപ്പ് സാധാരണ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2.5 കപ്പ് അരിക്ക് 3.25 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതായത് നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ 3.25 കപ്പ് വെള്ളം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളമാണ് നമ്മുടെ 2.5 കപ്പ് അരിക്ക് ആവശ്യമുള്ളത്. ഇത് നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് നമ്മളിതിൽ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു വെള്ളം ചേർക്കുകയാണ്. ബീഫ് സ്റ്റോക്കും നമ്മൾ മിക്സ് ചെയ്ത വെള്ളമൊക്കെ കൂടിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ, അതിൽ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിവിടെ അടച്ച് വെക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 8 അല്ലെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റ്, ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു ചോറ് വെന്ത് കിട്ടും. അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു 8 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ റൈസ് ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ചോറ് ഉടയാതെ വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് അമർത്തി വെക്കുക. മുകളിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും നമ്മൾ നേരത്തെ ബാക്കി വെച്ച സവാളയുടെ ആ ഒരു ബാക്കിയും പിന്നെ ഒരു 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വളരെ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ദം ചെയ്തെടുക്കുക. 5 മിനിറ്റ് മതി കേട്ടോ. ബിരിയാണി പോലെ കുറേ സമയമൊന്നും ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. റൈസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു പുലാവിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ റൈസ് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറച്ച് നല്ലോണം മസാലയൊക്കെ ഉണ്ട്. അതുപോലെ റൈസും ബീഫൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പുലാവിനേക്കാളും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിൽ കൂടുതലുണ്ട്. നമ്മൾ സാധാരണ പുലാവ് വളരെ ഈസി ആയിട്ട്, ഞാൻ കുറേ പുലാവ് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. അഫ്ഗാനി പുലാവൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വേണമെന്നുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കൂടുതൽ മസാലയോട് കൂടിയിട്ട് പുലാവ് കുറച്ചുകൂടി റിച്ചായിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് ഈ ഒരു യക്നി പുലാവ് റെഡിയാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ പറയാനുള്ളത്, ഇതിൽ ബീഫിന് പകരം നിങ്ങൾക്ക് മട്ടനും ചിക്കനും ഒക്കെ വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. താങ്ക്